എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ മൂലനക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും ജീവിത വിജയത്തിന് അടിസ്ഥാനമായ ഘടകങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ചിന്തിക്കുന്നത്. മൂലനക്ഷത്രം എന്ന് പറയുമ്പോൾ രാശിചക്രത്തിലെ 9ാമത്തെ രാശിയായ ധനുരാശിയെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ രാശിചക്രത്തിലെ ഭാഗ്യരാശിയാണ് ധനുരാശി. 9ാം ഭാവാധിപനായതുകൊണ്ട് ഇതിന് 9ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യത്തെ സൂചിപ്പിക്കുന്ന രാശിയാണ്. അപ്പോൾ ഏറ്റവും ഭാഗ്യമുള്ളവർ ധനുരാശിക്കാരാണെന്ന് പൊതുവെ പറയാറുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ കാണുന്നത് പലവിധ പ്രതിസന്ധികളും ധനുരാശിക്കാർ അഭിമുഖീകരിക്കുന്നതായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ രാശിയിൽപ്പെട്ട മൂലനക്ഷത്രക്കാർക്കും ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാറുണ്ട്. മൂലനക്ഷത്രക്കാർ പൊതുവെ ശാന്തശീലരായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ എല്ലാത്തരം ആളുകളോടും ഇടപഴകാൻ കഴിവുള്ളവരാണ്. സൗമ്യ സ്വഭാവമൊക്കെ ഇവരുടെ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. എങ്കിലും ഇഷ്ടപ്പെടാത്ത ചില വാക്കുകളോ പ്രവൃത്തികളോ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ ഇവർ പ്രതികരിക്കുകയും ചെയ്യും. ഇവർക്ക് അപൂർവമായിട്ടുണ്ടാകുന്ന ദേഷ്യം ചിലപ്പോൾ പിടിച്ചു നിർത്താനാവാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോകാറുമുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇവർ ദേഷ്യം വന്നാൽ ആ സൗമ്യഭാവമൊക്കെ കൈവിട്ട് പോവുകയും ചെയ്യും. എങ്കിലും പൊതുവെ ശാന്തരായിട്ടാണ് നമ്മൾ ഇവരെ കാണുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത. ഇവരുടെ ബാല്യകാലങ്ങൾ അത്ര സുന്ദരമാണെന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് പിതാവിൽ നിന്ന് ഇവർക്ക് വേണ്ടത്ര സൗഭാഗ്യങ്ങൾ പലർക്കും ലഭിക്കാറില്ല എന്നത് സത്യമാണ്. പിതൃസ്വത്ത് ലഭിക്കുക, പിതാവിൻ്റെ പരിലാളനങ്ങൾ ഏറ്റുവാങ്ങാൻ ഇവരിൽ 70% പേർക്കും ഭാഗ്യമുണ്ടാകാറില്ല. ഗ്രഹനിലയിൽ പിതാവിൻ്റെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകാൻ തക്ക യോഗമുള്ളവർക്ക് മാത്രമാണ് അതിനുള്ള ഭാഗ്യം ലഭിക്കുക എന്നുള്ളതാണ് ഒരു വസ്തുത. എങ്കിലും പൊതുവെ പറയുമ്പോൾ പിതൃസ്വത്ത് ലഭിക്കുക, പിതാവിൻ്റെ പരിലാളനങ്ങൾ ഏറ്റുവാങ്ങി എന്നിവയൊക്കെ പലർക്കും കുറവായിട്ടാണ് അനുഭവത്തിൽ വരിക. ഇവർ ഏത് തൊഴിൽ മേഖലയിലും ശോഭിക്കാൻ കഴിയുന്നവരാണ്, കഠിനാധ്വാനികളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിൽ പലപ്പോഴും വിജയങ്ങൾ കൈവരിക്കാൻ കഴിയുന്നവരുമാണ്. കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടും ആത്മസമർപ്പണത്തിൻ്റെ ഫലമായിട്ടും വിജയം കൈവരിക്കുന്നവർ തന്നെയാണ് മൂലനക്ഷത്രത്തിൽപ്പെട്ടവർ ഏറെ കൂറും പേര്. എങ്കിലും പൊതുവെ ഇവരൊരു എന്തിനോടും ഒരു യുദ്ധം ചെയ്യുന്ന സമയം വെച്ചാൽ മാനസികമായിട്ട് എപ്പോഴും ഒരു വൈഷമ്യം അല്ലെങ്കിൽ മനസ്സിന് അശാന്തമായ പല ഘട്ടങ്ങളിലൂടെ ഇവർ കടന്നു പോകേണ്ടതായിട്ട് വരാറുണ്ട്. ഇവർ സത്യസന്ധതയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വളഞ്ഞ വഴികളിലൂടെ, ശരിയല്ലാത്ത മാർഗങ്ങളിലൂടെ ഉണ്ടാക്കുന്ന പണത്തിന് ഇവർ വലിയ വില കൽപ്പിക്കാറുമില്ല. സത്യസന്ധതയുടെയും ഒക്കെ പേരിൽ ഇവർക്ക് പലപ്പോഴും പലതരം പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാറുമുണ്ട്. അത് ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത കൂടിയാണ്. എന്നിരുന്നാലും ഏത് പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാൻ കഴിയുന്നവരാണ് മൂലനക്ഷത്രത്തിൽപ്പെട്ടത്. എന്ത് വന്നാലും അവർ താങ്ങിക്കൊള്ളും എന്നുള്ളൊരു മാനസികമായ ഉയർന്ന ഒരു തല ഇവർക്കുണ്ട്. എന്തിനേയും താങ്ങാൻ ശേഷിയുണ്ട് എന്നുള്ളത്. മാത്രമല്ല, ധനുരാശി എന്ന് പറയുന്നത് സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ മൂലത്രികോണ രാശി കൂടി ആയതുകൊണ്ട് പൊതുവെ ഈശ്വരാധീനമുള്ളവരാണ് മൂലനക്ഷത്രക്കാർ. ആ ഈശ്വരാധീനം ഇവരെ പല പ്രതിസന്ധികളിലും ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് സഹായിക്കുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട്. ഇവരെ ജീവിതത്തിൽ പലവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരികയും പല പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ച് ജീവിതത്തിൽ ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നവരാണ്. ഇവരിൽ കൂടുതൽ പേർക്കും നാടും വീടും വിട്ട് വിദേശവാസമൊക്കെ പറഞ്ഞിട്ടുള്ളവരാണ്. ഇവർ ഏറ്റവും കൂടുതൽ ശോഭിക്കുന്നതും വിദേശത്തായിരിക്കും. വിദേശ ജോലിയിലും
വിദേശ ജീവിതത്തിലുമൊക്കെ ഇവർ നന്നായി ശോഭിക്കുന്നതായി കണ്ടുവരാറുണ്ട്. എന്നിരുന്നാലും ഔദ്യോഗിക രംഗത്തും ബിസിനസ് രംഗത്തുമൊക്കെ ശോഭിക്കുന്ന നിരവധി പേർ ഈ നക്ഷത്രത്തിലുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഇവർക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ നല്ല സ്വാധീനം ചെലുത്താൻ കഴിയും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും, രണ്ട് പേർക്കിടയിലോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനിടയിലോ പ്രശ്നമുണ്ടായാൽ അതിൽ നേരിട്ട് ഇടപെട്ട് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിൻ്റെ പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന നക്ഷത്രക്കാരാണ് മൂലനക്ഷത്രക്കാർ. പക്ഷെ സ്വന്തം കാര്യത്തിൽ പലപ്പോഴും ഒരു പ്രശ്നം വന്നാൽ ഇവർക്ക് അതിനെ ഫേസ് ചെയ്യാൻ പല തടസ്സങ്ങളും വരാറുണ്ട്. എന്നിരുന്നാലും ആത്മധൈര്യം കൈവിടാതെ ഇവർ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ഇതൊക്കെ മൂലനക്ഷത്രത്തിൻ്റെ പൊതുവെയുള്ള പ്രത്യേകതകളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഈ നക്ഷത്രക്കാർ ഉയർന്ന ചിന്താധാരയുള്ളവരും സമൂഹത്തിൽ മാന്യത നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരും സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെയാണ്. പിന്നെ ഇവരൊരു കുഴപ്പം എന്ന് പറയുന്നത് പൊതുവേ ഇവർ കയ്യിൽ സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും പണം ചിലവഴിക്കാൻ പ്രയാസം അനുഭവിക്കുന്നവരാണ്. അത് പണം ചിലവഴിക്കാൻ ഇത്തിരി വൈമുഖ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഇവരെ പിശുക്കന്മാർ എന്നൊക്കെ ആൾക്കാർ വിളിക്കാറുണ്ട്. എന്നിരുന്നാലും അനാവശ്യമായി പണം ചിലവഴിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പലപ്പോഴും സാമ്പത്തികമായ പ്രതിസന്ധികളും വന്നു ചേരാറുണ്ട്. ആർഭാട ജീവിതത്തിന് വേണ്ടിയും അതുപോലെ തന്നെ സമൂഹത്തിൽ ഉയർന്ന നിലവാരം നിലനിർത്തുന്നതിന് വേണ്ടിയൊക്കെ കയ്യിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തുക ചിലവഴിച്ച് സാമ്പത്തിക പ്രതിസന്ധികളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നവരും ഇതേ നക്ഷത്രങ്ങളിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. എങ്കിലും പൊതുവെ പിശുക്കന്മാർ ആയിട്ടാണ് ഇവരെ കാണപ്പെടുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവരെ എല്ലാ മണ്ഡലങ്ങളിലും ശോഭിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവർക്ക് കലാമേഖലകളിൽ ശോഭിക്കാൻ കഴിയും. പൊതുജനങ്ങളുമായിട്ട് ഇടപെട്ട് സഹകരിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കാൻ കഴിയുന്നവരുമാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവർ ഏറിയ പേര്. എങ്കിലും പൊതുവേ നമ്മൾ വിദേശവാസത്തിൽ അല്ലെങ്കിൽ വിദേശ ജോലിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കാണ് ഉയർച്ച കൂടുതൽ കാണപ്പെടുന്നത്. ഔദ്യോഗിക രംഗത്തും നന്നായി ശോഭിക്കുമെങ്കിലും ഇവർ നേരായ മാർഗത്തിലൂടെ ഉണ്ടാക്കുന്ന പണത്തിന് മാത്രമേ പ്രാധാന്യം കൊടുക്കാറുള്ളൂ എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇവരുടെ വിവാഹ ജീവിതം എന്നൊക്കെ പറയുന്നത് പൊതുവെ സന്തോഷം നിറഞ്ഞതായിരിക്കും. ഗ്രഹനിലയൊക്കെ അനുകൂലമായി വരികയാണെങ്കിൽ നല്ല വിവാഹ ജീവിതവും നല്ല സന്താനങ്ങളും ഒക്കെ ഉണ്ടാകുന്നതും നല്ല ജീവിതം നയിച്ചു പോകുന്നവരും ആയിട്ടാണ് മൂലനക്ഷത്രക്കാരെ പൊതുവെ കാണപ്പെടുന്നത്. ഇതേ നക്ഷത്രപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവർ പലപ്പോഴും പല പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ടൊക്കെ വരാറുണ്ട്. പൊതുവെ ഒരു ചൊല്ലുണ്ട്, മൂലം നക്ഷത്രത്തിൽ പിറന്നവർ, അതായത് ആൺമൂലം അറവയ്ക്കും എന്നൊരു ചൊല്ലുണ്ട് ആണുങ്ങളെക്കുറിച്ച്. പക്ഷേ അത് ഗ്രഹനിലയ്ക്ക് ആനുപാതികമായിട്ടാണ്. എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ വരാറില്ല. ഗ്രഹനില ഗുണകരമായിട്ടുള്ളവരാണെങ്കിൽ ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരുന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് തന്നെ ഗ്രഹനില കൂടി പരിശോധിക്കുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതും ഉചിതമായിരിക്കും. എന്നാൽ സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിവാഹ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളും അഭിമുഖീകരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഐശ്വര്യവതികളാണ്. ഉറച്ച മനസ്സുണ്ടെങ്കിൽ പോലും ചില പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യാൻ വളരെ പ്രയാസമുള്ളവരുമാണ് സ്ത്രീകളെന്ന് പറയുന്നത്. ഉയർന്ന തലത്തിലുള്ള ഈശ്വരവിശ്വാസമുള്ളവരും കുടുംബകാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധയുള്ളവരുമൊക്കെയാണ് സ്ത്രീകൾ. എന്നിരുന്നാൽ പോലും വിവാഹ ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികളും വന്നുപെടുന്നതായിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ച് പ്രണയവിവാഹിതനായിട്ടുള്ളവരുടെയൊക്കെ ഇടയിൽ പല പ്രതിസന്ധികളും വരുന്നതായി കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രഹനിലയ്ക്ക് ആനുപാതികമായ വിവാഹ ജീവിതം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും ദൈവാധീനം അവരോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനമുള്ളത് കൊണ്ട് തന്നെ പല പ്രതിസന്ധികളെയും പല പ്രശ്നങ്ങളെയും മറികടക്കാൻ കഴിയുന്നതും ആയിരിക്കും. ഇവരുടെ ജീവിതചക്രം എന്ന് പറയുന്നത് ജനിക്കുന്നത് കേതുവിൻ്റെ ദശയിൽ. കേതുവാണ് ദശാനാഥൻ. അതുകൊണ്ട് തന്നെ ഗണപതിക്ക് വഴിപാടുകളൊക്കെ നടത്തി പോകുന്നതും ഗണപതി ഹോമം നടത്തുന്നതും ഒക്കെ ഉചിതമായിരിക്കും. പിന്നീട് ശുക്രദശാകാലമാണ്. ഒരു 3 വയസ്സ് വരെയൊക്കെ ഏകദേശം കേതുദശയാണെങ്കിൽ 23 വയസ്സ് വരെ, ചിലർക്ക് 25 വയസ്സ് വരെയൊക്കെ ശുക്രദശാകാലമായിരിക്കും. അത് ജനനസമയത്തിന് ആനുപാതികമായിട്ടായിരിക്കും. ഗ്രഹനിലയിൽ ശുക്രൻ അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ശുക്രദശാകാലം വളരെ അനുകൂലമായി കടന്നു പോകുന്നതായിരിക്കും.
പിന്നീട് വരുന്നത് രവിദശാകാലം, അത് കഴിഞ്ഞ് ചന്ദ്രദശാകാലം, പിന്നെ ചൊവ്വയുടെ ദശാകാലം, അത് കഴിഞ്ഞ് വരുന്ന രാഹുർ ദശാകാലം, ഏതാണ്ട് 65 വയസ്സിന് ശേഷം വരുന്ന വ്യാഴദശാകാലം വാർദ്ധക്യകാലത്തിൽ വളരെയേറെ ഗുണാനുഭവങ്ങൾ കാരണമായി തീരുന്നതും ആയിരിക്കും. ഈ ഗ്രഹങ്ങളൊക്കെ അനുകൂല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ കൂടുതൽ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്രഹനില പരിശോധിച്ച് വേണ്ട വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ദശാകാലത്തും അതിനനുസരിച്ചുള്ള വഴിപാടുകളൊക്കെ ചെയ്തു പോകുന്നത് ഉചിതമായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ ശ്രദ്ധിക്കാത്തവരാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ അത് ഒരു വല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇവർ പൊതുവേ ലഹരിക്ക് താല്പര്യമുള്ളവരായിരിക്കില്ല. അഥവാ എന്തെങ്കിലും കാരണവശാൽ ലഹരിയോടൊക്കെ താല്പര്യം വന്നാൽ അതിന് അഡിക്റ്റായി തീരാനുള്ള സാധ്യതയുള്ളവരുമാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരാനും ഉയർന്ന ജീവിത നിലവാരം പുലർത്തുവാനും കഴിയുന്നവരായിരിക്കും മൂലനക്ഷത്രത്തിൽപ്പെട്ടവർ എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എല്ലാ മൂലനക്ഷത്രക്കാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് മറ്റൊരു വിഷയം വീണ്ടും കാണുമ്പോൾ ഏവർക്കും നന്ദി, നമസ്കാരം.